അമ്മയും എല്ലാവരും ഹസ്ബൻഡ് അമ്മയൊക്കെയായാലും നീ പേടിക്കണ്ട, പക്ഷേ എനിക്കെപ്പോഴും ഒരു ധൈര്യമുണ്ട്. ഞാൻ ഉടമ്പടിയിലാണ് നിൽക്കുന്നതെന്നുള്ള ധൈര്യത്തിൻ്റെ പുറത്ത് ഞാൻ ഉടമ്പടി കാശുരൂപം വെച്ച് ശക്തിയായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവേ, ഒരു പ്രിമച്ചറായ ബേബീനെ ഞാൻ എന്താ മാതാവ് ചെയ്യണ്ടേ? 1.2 ആണ് എൻ്റെ ബേബിയുടെ ബർത്ത് വെയ്റ്റ് പറഞ്ഞേക്കുന്നത്. എനിക്ക് ആകെ ടെൻഷനായി. എൻ്റെ കൂടെയുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും ഹസ്ബൻഡും മമ്മി എല്ലാവരും ആ സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഉടമ്പടി കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ലേബർ റൂമിൽ കയറ്റി, ഓപ്പറേഷന് വേണ്ടി കയറ്റി എന്നെ അവർ പറഞ്ഞു നമുക്കൊന്നുകൂടി നോക്കിയിട്ട് പറയാട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം അവിടെ ഞങ്ങൾ പിറ്റേ ദിവസം 11 മണിക്കാണ് ഞങ്ങളോട് സ്കാനിങ് പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളിൽ ആരോ ഇരുന്ന് പറയുന്നു, നീ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് റെഫറൻസ് മേടിച്ച് നീ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകണം. എന്നെ തലേ ദിവസം ലേബർ 7 മണിയായപ്പോൾ എന്നെ അവിടെ കൊണ്ടുവന്നാണ്. അപ്പോൾ 11 മണിയായിട്ടും എന്നെ അവരൊന്നും നോക്കുന്നില്ല, സ്കാനിങ് ഒന്നും ചെയ്യുന്നില്ല.